ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ 87ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു പുതിയ കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് അലങ്കാരങ്ങൾ. അലങ്കാര എന്താണ് അലങ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും അലം കരോതീതി അലങ്കാരമാണ്. അലം കരോതീതി അലങ്കരിക്കുക. അപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരം എങ്ങനെയാണ് അങ്കാനാം കടക കങ്കണാദി ആഭരണാനി പ്രദർശ്യ ശരീര സൗന്ദര്യം പ്രദർശയതി അല്ലെ. നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്ന ആഭരണങ്ങളൊക്കെ ഇട്ട് വളമാല ഇതെല്ലാം ഇട്ട് ഒരുങ്ങി എല്ലാം സൗന്ദര്യം കൂടുന്നു. അതുപോലെ കാവ്യത്തിനുമുണ്ട് സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കുന്നു അലങ്കാരത്തിലൂടെ. കാവ്യത്തിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദാർത്ഥ സൗന്ദര്യമാണത്. ശബ്ദത്തിനും അർത്ഥത്തിനും സൗന്ദര്യം കൊടുക്കുന്നു. അങ്ങനെയാണ് അതിന് അലങ്കാരം വരുന്നത്. അപ്പൊ അലങ്കാര പ്രയോഗം കൊണ്ട് എന്താ നേട്ടം? അലങ്കാര പ്രയോഗേന കാവ്യാനി ഹൃദയാഹ്ലാദകാനി ഭവന്തി. സഹൃദയർ ആരാണ് ഈ സഹൃദയർ? അതായത് നമ്മൾ ഈ കവിതയെല്ലാം അത് ആസ്വദിക്കുന്നവരാണ് അല്ലെ. ആസ്വദിക്കുന്നവർ വായിക്കുക അല്ലെങ്കിൽ ആസ്വദിക്കുന്നവരാണ് സഹൃദയർ. അവരുടെ ഹൃദയത്തിന് ആഹ്ലാദം കൊടുക്കുന്നു. എങ്ങനെയാ? എപ്പോൾ? ഈ അലങ്കാരം വരുമ്പോൾ. അതുകൊണ്ടാണ് കാവ്യത്തിന് അലങ്കാരം വേണം എന്ന് പറയുന്നത്. അപ്പൊ കാവ്യത്തിന്റെ ശരീരം എന്ന് പറയുന്നത് ശബ്ദവും അർത്ഥവും. അപ്പൊ അങ്ങനെയുള്ള അതിൽ എന്താണെന്ന് നോക്കാം നമുക്ക്. ശബ്ദാർത്ഥ ശരീരം കാവ്യം. ശബ്ദാർത്ഥ ശരീരം ശബ്ദവും അർത്ഥവും ചേർന്നതാണ്. ശബ്ദാർത്ഥ ശരീരം ശബ്ദാർത്ഥവും രണ്ടെണ്ണം വന്നോണ്ട് ശബ്ദാർത്ഥവും. ശബ്ദാർത്ഥ ശരീരം കാവ്യം. കാവ്യം എന്ന് പറഞ്ഞാൽ ശബ്ദവും അർത്ഥവും ചേർന്നതാണ് അതിന്റെ ശരീരം. മനസ്സിലായില്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ അലങ്കാരം പ്രയോഗിക്കുന്നത്. ഇനി അത് രണ്ടു തരത്തിലാണ് ഈ അലങ്കാരം എന്ന് പറയുന്നത്. ശബ്ദാലങ്കാര അർത്ഥാലങ്കാരശ്ച. ശബ്ദാലങ്കാര അർത്ഥാലങ്കാര ച. ഇവ രണ്ടുമാണ്. എന്താണ് ശബ്ദാലങ്കാര എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞു കാവ്യത്തിൽ ശബ്ദത്തിനും ശബ്ദവും അർത്ഥവും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ശബ്ദം. ഈ ശബ്ദത്തിൽ അലങ്കാര പ്രയോഗം വരുത്തിയിട്ടാണ് അതിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത്. അതാണ് ശബ്ദാലങ്കാര. ശബ്ദത്തിന് അലങ്കാരം കൊടുക്കുക. രണ്ടാമത്തത് അർത്ഥം. അർത്ഥത്തിന് അലങ്കാരം കൊടുക്കുക. അപ്പൊ നമുക്ക് പഠിക്കേണ്ടുന്നത് അർത്ഥാലങ്കാരത്തിനെ കുറിച്ചാണ് ആദ്യം പഠിക്കേണ്ടുന്നത്. അപ്പോൾ ഈ അലങ്കാരങ്ങൾക്ക് ആദ്യത്തെ അലങ്കാരം നമുക്ക് പഠിക്കാം. അതായത് ഉപമ എന്ന അലങ്കാരം. ഈ ഉപമ കാളിദാസസ്യ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ഉപമ എന്ന് പറയുന്നത് അതിന് ഒരു ലക്ഷണമുണ്ട്. എല്ലാ അലങ്കാരങ്ങൾക്കും ലക്ഷണമുണ്ട്. അതെന്താണെന്ന് നോക്കാം. നോക്കിക്കോളൂ. ഉപമ ലക്ഷണം. ഉപമാ എത്ര സാദൃശ്യ ലക്ഷ്മീരുല്ലസതി ദ്വയോഹോ. ഉപമാ എത്ര സാദൃശ്യ ലക്ഷ്മീരുല്ലസതി ദ്വയോഹോ. ലക്ഷ്മീരുല്ലസതി പിരിച്ചു പറയുമ്പോൾ ലക്ഷ്മീഹി പ്ലസ് ഉല്ലസതി. ലക്ഷ്മീഹി പ്ലസ് ഉല്ലസതി ദ്വയോഹോ രണ്ടെണ്ണത്തിൽ. അതായത് ഉപമ എന്ന് പറഞ്ഞാൽ എത്ര എവിടെയാണോ സാദൃശ്യലക്ഷ്മി സാദൃശ്യം പറയുന്നത് ആ സാദൃശ്യം കേൾക്കുമ്പോൾ അതിന്റെയും ഉല്ലസതി നമ്മളെ സന്തോഷിപ്പിക്കുന്നു. അത് ഏതൊക്കെയാണ്? ദ്വയോഹോ രണ്ടെണ്ണത്തിന്റെയാണ്. അത് ഏതാണ് ഈ രണ്ടെണ്ണം? ദ്വയോഹോ എന്ന് പറയുമ്പോൾ ഉപമാന ഉപമേയോഹോ. ഉപമാന ഉപമയും നിങ്ങൾ കഴിഞ്ഞ സമാസം പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിരുന്നു. ഉപമാന ഉപമേയോഹോ. അപ്പൊ ദ്വയോഹോ അതാണ് ഉപമാന ഉപമേയോഹോ ആണ് ഈ ദ്വയോഹോ. എന്താണ് ഉപമേയം എന്താണ് ഉപമാനം എന്ന് നോക്കാം. ആദ്യം ഉപമാന എന്ന് പറഞ്ഞാൽ ആദ്യം പറയാം. ഉപമേയ രണ്ടെണ്ണം. ഉപമേയ ഉപമേയ. ഇപ്പൊ ഞാൻ പറഞ്ഞു ദ്വയോഹ രണ്ടെണ്ണം അങ്ങ് സാദൃശ്യം പറയുന്നതാണ്. സാദൃശ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സാമ്യപ്പെടുത്തുക. ഇത് മറ്റൊന്നു പോലെയാണ്. അപ്പൊ ഇതിന്റെ സാമ്യങ്ങളെല്ലാം ഇപ്പുറത്തേക്കും ഉണ്ട് എന്ന് കാണിക്കുകയാണ്. അപ്പൊ ഈ ഉപമേയത്തിനും ഉപമാനത്തിനും സാദൃശ്യമുണ്ട് എന്ന് കാണിക്കുകയാണ്. ഏത് ഉപമീയതേ തത് ഉപമേയ എന്നാണ്. ഏത് ഉപമീയതേ ഏതിനെയാണോ ഉപമിക്കുന്നത് സാദൃശ്യപ്പെടുത്തുക. ഏത് ഉപമീയതേ തത് ഉപമേയ എന്നാണ്. ഉപമേയക്ക് വേറൊരു പദമുണ്ട്. വർണ്ണ്യവസ്തു. വർണ്ണിക്കുന്ന വസ്തു എന്നാണ്. വർണ്ണ്യവസ്തു.
അതായത് ഉപമേയ ഏത് ഉപമീയത്തെ, ഏതിനെയാണോ ഉപമിക്കുന്നത്, ഏതിനെയാണോ സാദൃശ്യപ്പെടുത്തുന്നത് അത് ഉപമേയ, അതായത് വർണ്ണ്യവസ്തു. ഇനി ഉപമാനഹയാണെങ്കിലോ അതിന് വേറൊരു പേരാണ് അവർണ്യവസ്തു. അവർണ്യവസ്തു. ഏന ഉപമീയതേ, ഏതുകൊണ്ടാണോ ഉപമിക്കുന്നത്, ഏതുകൊണ്ടാണോ ഉപമിക്കുന്നത് അതാണ് ഉപമാനഹ. അപ്പൊ ഒന്നിനെ മറ്റൊന്നുകൊണ്ട് ഉപമിക്കുകയാണ്, സാദൃശ്യപ്പെടുത്തുകയാണ്. ഇപ്പൊ ഉപമയെന്ന് പറഞ്ഞാൽ ഒരു വർണ്ണ്യവസ്തു ഉപമിക്കുന്ന വസ്തുവാണ്. ഉപമാനഹ ഏതുകൊണ്ടാണ് ഉപമിക്കുന്നത്. അപ്പം ഏതിനെയാണ് ഉപമിക്കുന്നത് അത് ഉപമേയ, ഏതുകൊണ്ടാണ് ഉപമിക്കുന്നത് അത് ഉപമാനഹ. ഇനി ഇത് കൂടാതെ ഈ ഉപമയില് വേറെ രണ്ട് വാക്കുകളുണ്ട്. സാധാരണ ധർമ്മ എന്ന് പറയും. സാധാരണ ധർമ്മ, സാധാരണ ധർമ്മ അതെന്താണ്? ഇപ്പൊ ഉപമിക്കുമ്പോൾ രണ്ടിനും ഒരേ തുല്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു സാദൃശ്യം, ഒരു ഇത് വരണ്ടേ, ആ ഒരു വാക്ക് വേണം. അതാണ് സാധാരണ ധർമ്മ. അതുകൂടാതെ അതിനൊരു അതായത് ഈ സാധാരണ ധർമ്മത്തിന് പുറമെ ഉപമവാചകമുണ്ട്. ഉപമവാചക, ഉപമവാചക. ഇത് പഠിക്കണമെങ്കിൽ അതിന്റെ ഉദാഹരണം വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ ഉപമയിൽ എന്ത് വേണം? ഈ 4 കാര്യങ്ങൾ വേണം. ആദ്യം എന്താണ്? ഉപമാനഹ, പിന്നെ ഉപമേയ, പിന്നെ സാധാരണ ധർമ്മ, പിന്നെ ഉപമാവാചക. ഇനി ഇതൊന്നും നിങ്ങൾ ഉപമ എത്ര സാദൃശ്യലക്ഷ്മി ഉദ്ദേശി ദ്വയോഹോ, ഈ ദ്വയോഹോ ഈ 2 കാര്യങ്ങൾക്ക് സാദൃശ്യം പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ് ഉപമ. കാളിദാസന്റെ മിക്ക കൃതികളിലും ഉണ്ട് ഉപമ. ഉപമ കാളിദാസസ്യ എന്നല്ലേ പറയുന്നത്, അതാണ്. അപ്പൊ ഇനി നമുക്ക് ഉദാഹരണം പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഉപമ അലങ്കാരത്തിന് ഒരു ഉദാഹരണം, അതായത് ഇപ്പൊ ഉദാഹരണം ഹംസീവ കൃഷ്ണ തേ കീർത്തി സ്വർഗംഗാം അവഗാഹതേ. ഹേ കൃഷ്ണ, കൃഷ്ണനെ വിളിച്ച് പറയാണ്. കവി കൃഷ്ണനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. ഇവിടെ ഹേ എന്നില്ല, പക്ഷെ ഇവിടെ സംബോധനയാണ്. നമ്മൾ കണ്ടില്ല, ഇത് കാണുമ്പോൾ അതാണ് കൃഷ്ണനെ വിളിക്കുകയാണ്. ഹേ കൃഷ്ണ, അല്ലയോ കൃഷ്ണ, തേ കീർത്തി. നമ്മൾ എപ്പോഴും ഒരു ഏതെങ്കിലും ഒരു വരി കാവ്യത്തിൽ വരി വരുമ്പോൾ എന്ത് ചെയ്യണം? അതിനെ ക്രോസ് ഓർഡർ ആക്കണം, അതായത് അന്വയം. അതിന്റെ അന്വയമാണ് ആദ്യം ഹേ കൃഷ്ണ തേ കീർത്തി ഹംസീവ സ്വർഗംഗാം അവഗാഹതേ. ഹേ കൃഷ്ണ, അല്ലയോ കൃഷ്ണ, തേ കീർത്തി. തേ എന്ന് പറഞ്ഞാൽ തവാത്തേ. തവ എന്ന് പറയുമ്പോഴത്തേക്ക് നിന്റെ, നിന്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് വിഭക്തിയാ വരുന്നത്? ഷഷ്ടി ഏകവചനം. തേ എന്ന് പറഞ്ഞാൽ തവാത്തേ, തവയ്ക്ക് തേയും പറയാം. തേ കീർത്തി, അങ്ങയുടെ കീർത്തി. ഹംസീവ, ഹംസി പ്ലസ് ഇവ ഹംസീവ, ഹംസിയെ പോലെ. എന്താണ് ഹംസി? സ്വർഗത്തിലെ അരയന്ന പിടയാണ് ഹംസം, സ്വർഗത്തിലെ ഹംസമാണ്. ഹംസിയെ പോലെ, ഹംസി പ്ലസ് ഇവ, ഹംസിയെ പോലെ, അരയന്നപ്പിടയെ പോലെ. സ്വർഗംഗാം അവഗാഹതേ, സ്വർഗംഗയിൽ, സ്വർഗംഗ ദേവലോകത്തെ ഗംഗ, ഇന്ദ്രന്റെ ദേവലോകത്തെ ഗംഗയാണ്. അവഗാഹതേ, അവഗാഹതയെ പ്രവേശിക്കുന്നു, കയറുന്നു എന്നൊക്കെ അർത്ഥം. അപ്പൊ ഇവിടെ നോക്കൂ, കൃഷ്ണന്റെ കീർത്തിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ പറഞ്ഞു. ഉപമയ്ക്ക് എന്ത് ചെയ്യണം? ഉപമ അലങ്കാരേ ചത്വാരഹ ഘടകാഹ അവശ്യകാഹ. ചത്വാരഹ ഘടകാഹ അവശ്യകാഹ. ഏതിന്? ഉപമയ്ക്ക്. ആ 4 കാര്യങ്ങളാണ് ഇവിടെ. ചത്വാരഹ 4 കാര്യങ്ങൾ ഇതിനകത്തുണ്ടോ എന്ന് നോക്കുക. ആദ്യം ഉപമേയം. ഏതിനെയാണ് ഉപമിക്കുന്നത് ഇവിടെ? കൃഷ്ണന്റെ കീർത്തി, കൃഷ്ണസ്യ കീർത്തിയാണ്, കൃഷ്ണസ്യ കീർത്തിയാണ്. അപ്പൊ അതവിടെ ഉണ്ട്. കൃഷ്ണസ്യ കീർത്തി, കീർത്തി അതാണ് ഉപമേയം. വർണ്ണ്യ വസ്തു, വർണ്ണിക്കപ്പെടേണ്ട വസ്തു. ഇനി ഏതിനോടാണ് ഉപമിക്കുന്നത്? ഹംസീവ, ഹംസിയെ പോലെ. അപ്പൊ ഉപമാനം ഏതാണ്? ഹംസി, ഹംസി, ഹംസിയാണ് ഉപമാനം. ഇനി അപ്പൊ രണ്ടുപേരും ഉപമിച്ചു. അതിനൊരു സാധാരണ ധർമ്മം വേണം. എന്തുകൊണ്ടാണ് ഉപമിക്കാൻ കാരണം? രണ്ടിനുമുള്ള ഒരേ പോലത്തെ സ്വഭാവം എന്താണ്? സ്വർഗംഗാം അവഗാഹതേ, സ്വർഗംഗയിൽ, സ്വർഗത്തിലെ ഗംഗയിൽ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് മുഴുവൻ ലയിച്ചിരിക്കുന്നു. ഇവിടെ ഹംസി സ്വർഗംഗയിലാണ് ഉള്ളത് അല്ലെ, അവിടെ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കീർത്തി, കൃഷ്ണന്റെ കീർത്തി സ്വർഗംഗയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അവിടെ മുഴുവനുമായി പരന്നിരിക്കുന്നു എന്ന് കാണിക്കുന്നു. രണ്ടുപേർക്കും അതേപോലെ ഒരേപോലെ വന്നിരിക്കുന്നു. അതാണ് സാധാരണ ധർമ്മ എന്ന് പറഞ്ഞാൽ
സ്വർഗംഗാം അവഗാഹനം. സ്വർഗംഗാം അവഗാഹനം, അതാണ് സാധാരണ ധർമ്മം. അപ്പൊ രണ്ടെണ്ണമായി. ഇനി അടുത്തത് ഉപമാവാചക. രണ്ടിനെ യോജിപ്പിക്കാൻ ഒരു വാചകം വേണം. ഹംസീവ, ഹംസി പ്ലസ് ഇവയാണ്. അപ്പൊ ഇവ എന്ന ശബ്ദമാണ് രണ്ടിനെയും യോജിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ 4 കാര്യങ്ങൾ വന്നു. കൃഷ്ണന്റെ കീർത്തി സ്വർഗംഗയിൽ പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ സ്വർഗംഗയിൽ മുഴുവൻ പരക്കുന്നു. ഏതുപോലെ? ഹംസിയെ പോലെ, അരയന്ന പിടയെ പോലെ. അപ്പൊ 4 കാര്യങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ 4 കാര്യങ്ങൾ വന്നാൽ, നേരത്തെ ഞാൻ പറഞ്ഞു ഓമാലങ്കാരേ ചത്വാരഹ ഘടകാഹ അവശ്യകാഹ, 4 കാര്യങ്ങൾ വേണം. അങ്ങനെ 4 കാര്യങ്ങൾ വന്നാൽ അതിനെ പൂർണ്ണോപമ എന്ന് പറയും. പൂർണ്ണോപമ, പൂർണ്ണമായിട്ട് ഉപമയാണ്. പൂർണ്ണോപമ, അതാണ് 4 കാര്യങ്ങൾ വന്നതുകൊണ്ട് പറയാൻ കാരണം. അപ്പൊ മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ 4 കാര്യങ്ങൾ വന്നു, അതുകൊണ്ട് പൂർണ്ണോപമ. അപ്പൊ പൂർണ്ണോപമ കഴിഞ്ഞു. അപ്പൊ പൂർണ്ണോപമ എന്ന് പറഞ്ഞാൽ 4 കാര്യം വേണം പറഞ്ഞു. ഇനി അടുത്ത് അഥവാ ഒന്ന് പോയാൽ എന്താണ് അവസ്ഥ നോക്കൂ. വേറൊരു ഉദാഹരണം, തടിത് ഗൗരി തരുണി. തടിത് ഗൗരി തരുണി. തരുണി എന്ന് പറഞ്ഞാൽ സ്ത്രീ, സുന്ദരിയായ സ്ത്രീ എന്നുള്ള അർത്ഥമാണ്. തരുണി, ഇവിടെ തരുണിയാണ് ഉപമേയം, അതായത് വർണ്ണ്യ വസ്തു. തരുണി എങ്ങനെയാണ്? തടിതിവ ഗൗരി, തടിത്ത് പോലെ. തടിത്ത് എന്താ? മിന്നൽ, ലൈറ്റ്നിങ്. തടിത്ത് പോലെ ഗൗരി ഗൗരവർണ്ണമുള്ളവളാകുന്നു. തരുണി തടിതിവ ഗൗരി ഭവതി ആണ് അതിന്റെ പ്രോസ് ഓർഡർ അല്ലെങ്കിൽ അന്വയം. തരുണി ഉപമേയം, തടിത്താണ് ഉപമാനം. അപ്പൊ തരുണി ഏതുപോലെയാണ്? തടിത്തിനെ പോലെയാണ്. അപ്പൊ തരുണിക്കും തടിത്തിനും തമ്മിലുള്ള സാധാരണ ധർമ്മം എന്തായിരിക്കും? ഗൗരി, ഗൗരവർണ്ണം. ഗൗരവത്വം എന്ന് പറഞ്ഞാൽ വെളുപ്പ് നിറം. അപ്പൊ മിന്നലിനെ പോലെ വെളുത്ത നിറത്തിലാണ് ഈ തരുണി എന്ന് കാണിക്കുകയാണ്. പക്ഷെ ഇവിടെ എന്തോ വർണ്ണം ഇല്ലാതെ മിസ്സിംഗ് ആണല്ലോ. അതെന്തായിരിക്കും? തടി ദീപ ഗൗരി, ഇവ വന്നിട്ടുണ്ടോ? ഇല്ല. ബാക്കിയുള്ള നമുക്ക് എഴുതുക. ഉപമേയം എന്താണ്? തരുണി. ഉപമേയം തരുണി. ഉപമാനം എന്താ? തടിത്ത്. തടിത്ത്. പിന്നെ സാധാരണ ധർമ്മം എന്താണ്? ഗൗരവത്വം. ഗൗരവത്വം. ഉപമവാചകം ഇല്ല. അപ്പൊ അവിടെ ഉപമവാചകം വന്നിട്ടില്ല. അപ്പൊ എന്ത് പൂർണ്ണോപമാവോ? ഇല്ല. പിന്നെ ഒന്ന് ലോപിച്ചാൽ അതിന് ലുപ്തോപമ എന്ന് പറയും. അതാണ് ലുപ്തോപമ. ലുപ്തോപമ, അതാണ് ലുപ്തോപമ. അപ്പൊ ഇതാണ് ഉപമാലങ്കാരം. ഒന്ന് പൂർണ്ണോപമയും പറഞ്ഞു, ലുപ്തോപമയും പറഞ്ഞു. അപ്പൊ ഉപമ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വേറൊരു വിഷയമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.